ഒരു നോക്ക് കാണുവാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ ചാണ്ടി ഉമ്മൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയായ എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ അവസരത്തില് സഹർഷവും ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹിതരെ, ഈ കണ്ടൻകാവ് നമ്മുടെ എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്കും തുടക്കം കുറിക്കുന്ന സ്ഥലമാണ്. സിംഗിൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കാലഘട്ടങ്ങളിലൊക്കെ ഈ കണ്ടൻകാവിൽ നിന്നാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ നമ്മൾ ഇവിടെ നിന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിക്ക് തുടക്കം കുറിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് ദേശീയ തലത്തിൽ എത്രമാത്രം ശ്രദ്ധ ലഭിച്ചുവോ അതേ ശ്രദ്ധ ശ്രീ ചാണ്ടി ഉമ്മന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്കും ലഭിക്കുന്നു എന്ന വലിയ ഒരു സന്തോഷം തീർച്ചയായിട്ടും നമുക്ക് പങ്കുവയ്ക്കുവാനായിട്ട് കഴിയും. ഇന്നലെ പാമ്പാടിയിൽ ശ്രീ രാഹുൽ ഗാന്ധി പങ്കെടുത്ത പൊതുസമ്മേളനത്തെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മണർകാട് ഗ്രാമപഞ്ചായത്തിലെ കണ്ടൻകാവ് എന്ന് പറഞ്ഞ സ്ഥലത്തിലാണ്. ഇവിടെ നിന്നാണ് ഇന്ന് ചാണ്ടി ഉമ്മന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിക്കുന്നത്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. വണ്ടി ഓടിക്കട്ടെ വാ. കറക്റ്റാണല്ലോ കിട്ടിയിരിക്കുന്നേ ഉടുപ്പ്. സഹോദരങ്ങളെ പോലെ ജീവിച്ചൊരു ഇന്ത്യ. ഈ ഇന്ത്യ ഹിന്ദുക്കളുടെ ഇന്ത്യയല്ല, ഇന്ത്യ ക്രിസ്ത്യാനികളുടെ ഇന്ത്യയല്ല, ഇന്ത്യ മുസ്ലിങ്ങളുടെ ഇന്ത്യയല്ല. പക്ഷേ ഈ നാട്ടിൽ ജനിച്ചു നിൽക്കുന്നതോ എന്ന് വരെ നിലനിൽക്കുന്നതോ എക്കാലമത്രയും ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും മത സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾക്ക് വേണ്ടി പോരാടുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന വലിയ പ്രസ്ഥാനത്തിന് ബാധ്യതയുണ്ട് എന്ന പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ച മാതാപിതാക്കൾ നൽകുന്ന സ്നേഹാഭിവാദ്യങ്ങളുണ്ടല്ലോ. ഈ നാട്ടിലെ യുവത്വം ശ്രീ ചാണ്ടി ഉമ്മൻ നൽകുന്ന സ്നേഹാഭിവാദ്യങ്ങളുണ്ടല്ലോ. ആ സ്നേഹാഭിവാദ്യങ്ങൾക്ക് മുന്നിൽ പുതുപ്പടിയിലേക്ക് ജനാധിപത്യ ഉമ്മനെ വരവേൽക്കുവാൻ ഇവിടെ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നത് കാണുമ്പോൾ ഞങ്ങളൊക്കെ ആവേശം കൊണ്ട് നിറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ജനാധിപത്യ കേരളത്തിന്റെ ഭാവി സുരക്ഷിതമാണ്. നമ്മള് വാഹനം ക്രമീകരിച്ചിരിക്കുന്ന കണ്ടൻകാവിൽ നിന്ന് ആരംഭിച്ച് മണർകാട് കാലം സമാപിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്ന 22 പോയിന്റാണ് നമുക്കുള്ളത്. ദയവ് ചെയ്ത് നമ്മളെല്ലാവരുടെ ഒരു അഭ്യർത്ഥനയാണ്. MLA പ്രത്യേകം പറഞ്ഞു, MLA ഇന്ന് ഉച്ച കഴിഞ്ഞ് വാത്താനത്ത് പ്രോഗ്രാം ഉള്ളതാണ്. അതിനിടയ്ക്ക് വേറെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് നമുക്ക് എത്രയും വേഗം ഓടിയെത്തി തീർക്കേണ്ടതാണ്. അതുകൊണ്ട് ആ റൂട്ട് ക്രമീകരിച്ച് ഇന്നലെ തന്നെ ആളിനെ നമ്മൾ കാണിച്ച് റൂട്ട് കൃത്യം സംസാരിക്കുവാൻ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ വളരെ സജീവമായി പോസ്റ്ററും ബോർഡും ബാനറുമില്ലാത്ത അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം പരിസ്ഥിതി സൗഹാർദ്ദമായി സന്തോഷം നൽകുന്ന കാര്യം. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരായ സ്ഥാനാർത്ഥി, നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ നമ്മുടെ പ്രിയങ്കരായ MLA ശ്രീ ചാണ്ടി ഉമ്മനെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ക്ഷണിച്ചുകൊള്ളു. ഏറ്റവും അതിന്റെ യോഗത്തിന്റെ ഉദ്ഘാടകൻ ജോഷി ശ്രീ ഗോർഗൻ, പ്രിയപ്പെട്ട നേതാക്കൻ, പ്രിയപ്പെട്ടവരുടെ സമയം വളരെ വൈകി. അതുകൊണ്ട് ഞാൻ നീണ്ട ഒരു പ്രസംഗത്തിന് മുതിർന്നില്ല. എല്ലാ പ്രിയപ്പെട്ട നേതാക്കന്മാരും കൊണ്ട് എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിവാദ്യം ചെയ്യുന്നു. ജോഷിയാൻ സൂചിപ്പിച്ച പോലെ നമ്മളെ സംബന്ധിച്ച് അഭിമാന നിമിഷമാണ്. പ്രത്യേകിച്ച് രാജ്യം ഇങ്ങോട്ട് വന്നു, നമ്മുടെ പ്രതിപക്ഷ നേതാവ് വന്നു. പ്രതിപക്ഷ നേതാവല്ല, ഭാവിയിലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. അങ്ങനെയുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നപ്പോൾ ഇനി ഞാൻ മാധ്യമങ്ങൾ നോക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ ഉണ്ടെന്ന് അപ്പുറമല്ല, പിന്നെ ഇന്ത്യ ടുഡേ, നാഷണൽ ദേശീയ ഹിന്ദി മാധ്യമങ്ങൾ മൊത്തം നമ്മുടെ പുതുപ്പള്ളിയിലെ വാർത്തയാണ് മെയിൻ ഹെഡിംഗ് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത്. ദേശീയ തലത്തിൽ മുഴുവൻ ഇന്ത്യ ടുഡേ അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങൾ. അങ്ങനെ ഈ പുതുപ്പള്ളിയുടെ തെരഞ്ഞെടുപ്പിന് വലിയ ഒരു സൗഭാഗ്യം ആദരണീയനായ പ്രതിപക്ഷ നേതാവ് വരുവാൻ സമ്മതിച്ചപ്പോൾ തന്നെ നമുക്ക് ലഭിച്ചു.
അത് വലിയ ഒരു പിന്തുണ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് ലഭിച്ചത്. അദ്ദേഹത്തിനോട് നന്ദി. അദ്ദേഹത്തെ ഇന്നലെ ഹെലികോപ്റ്റർ കയറ്റി വിടുന്നവരെ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാക്കുവാൻ സാധിച്ചു. ഞാനത് ശ്രദ്ധിക്കുകയായിരുന്നു. എത്ര ഒരു ആൾ വീണ് കിടന്നപ്പോൾ വണ്ടി അവിടെ നിർത്തി, അവിടെ ഇറങ്ങി ആ ആളെ കയറ്റിവിട്ട് ആളെ കയറ്റിവിട്ടതിന് ശേഷം തിരിച്ച് ഞങ്ങൾ സൈക്കിൾ ഓടിച്ച് വന്നു കഴിഞ്ഞപ്പോ ആ ആംബുലൻസുകാരോട് ചോദിക്കും എന്തായെന്ന്. അത്രയ്ക്ക് ശ്രദ്ധ. അതുപോലെ മനോരമയുടെ ഒരു ഫോട്ടോഗ്രാഫർ, ഞങ്ങൾ രണ്ടുപേരും സൈക്കിൾ ഓടിച്ചു പോകുമ്പോൾ അയാളുടെ ബാലറ്റ് താഴെ പോയി. അപ്പൊ ഞാൻ ബാലറ്റ് എന്ന് പറയുന്നു, പ്രതിപക്ഷ ബാലറ്റ് എന്ന് പറഞ്ഞു. അത് കണ്ടിട്ട് എന്നിട്ടാണ് പുള്ളി ബാലറ്റ് എടുക്കാൻ ശ്രമിക്കുന്നത്. അത്രയ്ക്ക് കൺസേൺ മറ്റുള്ളവരെ പറ്റി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാനിന്നലെ വണ്ടി ഇരുന്നപ്പോഴും ഇന്ന് ആ വണ്ടിയോടൊപ്പം യാത്ര ചെയ്തപ്പോഴും ഇതൊക്കെ നടന്നപ്പോഴും എനിക്ക് ഓർമ്മ വന്നത് എന്റെ പിതാവിനെ തന്നെയാണ്. എപ്പോഴും മറ്റുള്ളവരോടൊപ്പം മറ്റുള്ളവരെ കരുതി മുന്നോട്ട് പോയ ശ്രീ ഉമ്മൻചാണ്ടിയെ, അങ്ങനെ ഒരാളെ തന്നെ നമ്മുടെ നേതാവായി ലഭിച്ചതിൽ നമുക്ക് അഭിമാനമുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിക്കുന്ന മണർകാട് വരുമ്പോൾ ഈ 2.5 വർഷത്തിന് ശേഷം ഒരിക്കൽ കൂടി വോട്ട് ചോദിച്ചു വരുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷവും അതിലേറെ നന്ദിയുമാണ്. കാരണം നിങ്ങളാണ് എന്റെ ശക്തി. നിങ്ങൾ നൽകിയ പിന്തുണയും നിങ്ങൾ നൽകിയ ഒരു ബലത്തിലുമാണ് ഞാൻ 2.5 വർഷം പ്രവർത്തിച്ച് നമുക്ക് 50ഓളം വീട് ചെയ്യാൻ സാധിച്ചത്. ഇന്ന് 100 വീട് ചെയ്യുവാനുള്ള ആഗ്രഹവുമായി മുന്നോട്ട് പോകുന്നു. ഒരു കാര്യം ഉറപ്പാ, എനിക്ക് കഴിഞ്ഞ ഒരു 3 ആഴ്ചത്തെ അല്ലെങ്കിൽ 2 ആഴ്ചത്തെ എക്സ്പീരിയൻസ് വെച്ച് ഒരു കാര്യം പറയാൻ പറ്റും. ചിലപ്പോൾ 100 അല്ല 200 വീട്ടിലോട്ട് പോകും. 100 വീടെന്ന് ഞാൻ ആഗ്രഹിച്ചു. 25 വീട് തറക്കല്ലിട്ടു. നമ്മൾ 50 വീട് ചെയ്തു. 200 വീട്ടിൽ ചിലപ്പോൾ എത്തിയേക്കാം. അതുകൊണ്ട് എന്നെ കുറ്റം പറഞ്ഞത് വീട് കൂടിപ്പോയെന്ന് പറഞ്ഞു. പക്ഷെ ചിലരൊക്കെ 2 മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ 2ന്റെ വീട് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ചിലര് അങ്ങനെ ഇത്രയും വീടുകൾ നമ്മൾ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ മണ്ഡലത്തിലുണ്ട്. ഇപ്പൊ വീടുകൾക്കപ്പുറം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, ഒരു കാര്യം കൂടെ ഉറപ്പാണ്, നമ്മുടെ സർക്കാർ വരാൻ പോവുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രി അധികാരമേൽക്കാൻ പോവുകയാണ്. ആ മുഖ്യമന്ത്രിയോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ MLA നിലയ്ക്ക് എല്ലാ തരത്തിലും കാണും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി കൈപ്പത്തിച്ച് നൽകി വിജയിപ്പിക്കുക. ആ വിജയം ഉമ്മൻചാണ്ടിയുടെ വിജയം. നിങ്ങൾക്കറിയാം ഉമ്മൻചാണ്ടിയെ ഘോഷിച്ചത്. അതേ സത്യം പറഞ്ഞാൽ ഓരോ നിമിഷവും രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞതും ഉമ്മൻചാണ്ടിയുടെ കാര്യമാണ്. KC വേണുഗോപാലിന്റെ വണ്ടിയിൽ നിന്ന് പറഞ്ഞതും ഉമ്മൻചാണ്ടിയുടെ കാര്യമാണ്. ഓരോരുത്തരുടെ മനസ്സിലും ഇന്നും ഉയർന്നു വരുന്ന പേര് ഉമ്മൻചാണ്ടിയുടെ പേര് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിജയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിക്കണം പ്രതിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രദ്ധിക്കുക, എല്ലാ 2 വീലറുകളും അഭിമാനപുരസ്സരം കാഴ്ചവെക്കുന്ന മുന്നണി പോരാളി ചാണ്ടി ഉമ്മനുതായി വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. കടന്നുവന്ന വഴിത്താരകളിൽ ആഹ്വാനവൃന്ദം ജനങ്ങൾ നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥി വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ട് നമ്മുടെ നാടിന്റെ വികസനം അവരെ ബുദ്ധിമുട്ടിപ്പിച്ചവരാണ്. അവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതൊക്കെ അവർ ഇപ്പോഴും കടപ്പെട്ട സമ്മതിദാന അവകാശം ഭരണത്തിനാശിക്കുന്നതിന് വേണ്ടിയുള്ള ഉജ്ജ്വലമായി പോരാട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ ചാണ്ടി ഉമ്മൻ കടന്നു വരികയാണ്. സുഹൃത്തുക്കളെ, 45 വീടുകൾ ഒപ്പം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ എല്ലാത്തിലും പരിപാടികൾ കൊടുക്കുവാൻ സാഹചര്യമുണ്ടായി. ഇന്ന്
ഇന്ന് നിത്യസംഭവമായി തീരുന്നു. നിങ്ങൾ കാണുന്നില്ലേ, 10 വർഷം കൊണ്ട് കേരളത്തെ ഒരു ലഹരിയുടെ കേന്ദ്രമാക്കി മാറ്റിയില്ല ഇവര്. പറയൂ, അതുകൊണ്ട് നമുക്കൊന്നായി ഈ ദുഷിച്ച ഭരണത്തോട് പറയാം, കടക്ക് പുറത്ത്. ബൈക്കുകൾ നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് സ്നേഹത്തിന്റെ ഭാഷയിൽ നമ്മുടെ സ്ഥാനാർത്ഥി ചാണ്ടിയോട് സംസാരിക്കുന്നു. 35 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ്, അതുപോലെ തന്നെ 50ഓളം വീടുകൾ ഈ നാടിന് വേണ്ടി ചെയ്യാൻ ഈശ്വരൻ അനുഗ്രഹിച്ചു. അങ്ങനെ അനുഗ്രഹിച്ചതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും എനിക്ക് അവസരം എനിക്ക് നൽകണം ഇന്നും കാണും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വലിയ വോട്ടുകൾ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും ജനവിധി തേടുന്ന നിങ്ങളറിയുന്ന മൗണ്ട് വേരിൽ നമ്മുടെ സ്ഥാനാർത്ഥി എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങൾ നൽകിയ സ്നേഹത്തെ മുമ്പോട്ട് എടുക്കും. സംസാരിക്കും. സഹോദരി സഹോദരൻ, അതിയായ സന്തോഷം, അതിലേറെ അഭിമാനം. 2.5 വർഷം മുമ്പ് ഞാനിവിടെ വന്നപ്പോൾ ഒരു വാക്ക് പറഞ്ഞിരുന്നു, നിങ്ങളോടൊപ്പം മകനായി, സുഹൃത്തായി, വഴികാട്ടിയായി ഞാൻ കാണുമെന്നുള്ളത്. ഇന്ന് ആ വാക്ക് പാലിച്ചതിന്റെ ചാരിതാർത്ഥത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളെ 35 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ്, അതുപോലെ തന്നെ 40 വീടുകൾ ഈ നാടിന് വേണ്ടി ചെയ്യുവാൻ, നാടിന്റെ വികസനത്തിന് വേണ്ടി ചെയ്യുവാൻ, അതുപോലെ 100-ലേറെ വീടുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഫ്ലക്സും ബാനർ ഒന്നുമില്ലാത്തൊരു തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. നമ്മുടെ നാട് വളരണം, നമ്മുടെ നാട്ടിൽ ഭവനരഹിതരായി ആരും കാണരുത്. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഇവിടെ തന്നെ അവസരം ഉണ്ടാവണം. ഈ നാടിൽ മുന്നോട്ട് നയിക്കുന്ന നിങ്ങളെല്ലാം നേരെ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആ പൈലറ്റ് വാഹനം മുമ്പോട്ട് പോട്ടെ. ബൈക്കുകളെ പേരെന്നാ? നിങ്ങളെല്ലാം സ്നേഹത്തിന്റെ നന്ദി പറഞ്ഞു ഞാൻ എന്റെ വാക്കുകൾ വിലയേറിയ വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിക്കാൻ അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ജനങ്ങൾ നൽകി സ്നേഹോഷ്മളമായ സ്വീകരണങ്ങൾക്ക് നൽകുന്ന സ്വീകരണത്തിന് സ്നേഹത്തിന്റെ ഭാഷയിൽ നമ്മുടെ സ്ഥാനാർത്ഥി നമ്മുടെ നാടിനെ കട്ടുമുടിച്ച് പൂർത്തിയാക്കിക്കൊണ്ട് 35 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ്, അതുപോലെ തന്നെ 40 വീടുകൾ. നിങ്ങളോട് സംസാരിക്കുവാൻ നിങ്ങളോട് വളരെ വലിയ അതിയായ സന്തോഷം. ഞാൻ 2.5 വർഷം മുമ്പ് ഇവിടെ വന്നപ്പോൾ ഞാൻ 100-ലേറെ വീട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിക്കും. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആ വിജയം നമ്മുടെ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ ചാണ്ടിയമ്മൻ അംബേദ്കർ സാംസ്കാരിക തലത്തിൽ പുഷ്പാർച്ചന നടത്തുന്നു. നിങ്ങൾ അസംബ്ലിയിൽ സംസാരിക്കുകയും ചെയ്തു. ഏറ്റവും പ്രിയപ്പെട്ട മണ്ഡല പ്രസിഡന്റ്
പ്രിയപ്പെട്ട ബാബുചേട്ടൻ, പ്രിയപ്പെട്ട കെ.സി. കരിമല്ലൂർ, പ്രിയപ്പെട്ട ലോകേട്ടൻ, പ്രിയപ്പെട്ട ഷാൻ, പ്രിയപ്പെട്ട രാജേട്ടൻ, പ്രിയപ്പെട്ടവരെ നൽകി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 2.5 വർഷം മുമ്പ് ഇവിടെ വന്ന് വോട്ട് ചോദിച്ചപ്പോൾ ഞാൻ വാക്ക് പറഞ്ഞത് സഹോദരനായ സുഹൃത്തായി വഴികാട്ടിയായി കാണുമെന്നുള്ളത് അത് പൂർത്തീകരിച്ചുകൊണ്ട് 35 ലക്ഷം രൂപ സ്കോളർഷിപ്പ് 48 വീടുകൾ ഈ നാടിന് വേണ്ടി ചെയ്യുവാൻ എനിക്ക് സാധിച്ച ചാരിതാർത്ഥ്യമാണ്. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കൈപ്പറ്റിച്ച് നൽകി എന്നെ വിജയിപ്പിച്ചാൽ ഇതിനോടൊപ്പം കാണും എന്ന വാക്ക് ഞാൻ തരികയാണ്. ഞാൻ അതിനുവേണ്ടിയാണ് ഫ്ലെക്സ് ബാനർ ഒഴിവാക്കി 200ഓളം വീടുകൾ ചെയ്യുവാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. വരുന്നു. കടന്നു വന്ന വഴിത്താരകളിൽ ആബാലവൃത്തം ജനങ്ങൾ നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയുടെ 1000 പൂച്ചെണ്ടുകളും അർപ്പിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്ത മറുപടി പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന മുന്നണി പോരാളി മുന്നോട്ട് കടന്നു പോവുക. ഗുരുജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വരുവാനും ഈ നിങ്ങളോടൊപ്പം മകനായി സുഹൃത്തായി വഴികാട്ടിയായി കാണും എന്നൊരു വാക്ക് അംഗീകാരം നൽകി വിജയിപ്പിക്കണമെന്ന കടന്നു വന്നിരിക്കുകയാണ്. കുതിരക്കല്ലുകൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥി നമ്മുടെ സ്ഥാനാർത്ഥി നടത്തമാക്കപ്പടിക്കൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങളെ സംഭാവന ചെയ്യുവാനും നിങ്ങളോട് സംസാരിക്കുവാനും വേണ്ടി ശ്രീ ചാണ്ടി ഉമ്മനെ ക്ഷണിച്ചോളുന്നു. വിദ്യാർത്ഥികൾക്ക് നൽകുവാൻ സാധിച്ചു. നമ്മൾ എല്ലാവർക്കും നമ്മുടെ സ്വന്തം തന്റെ പ്രിയപ്പെട്ട നേരിടുവാനും അവരോട് പ്രവർത്തിക്കാനും നിങ്ങളുടെ ഓരോ വോട്ടും കൈപ്പത്തി ചിഹ്നത്തിൽ നൽകിക്കൊണ്ട് അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മനെ വൻപറ്റ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നിങ്ങളെ നേരിൽ കാണുവാനും നിങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കാനുമായി സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും നൽകിയ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ശ്രീ ചാണ്ടി ഉമ്മൻ സംസാരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരനെ, ഇവിടെ വരുവാനും നിങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങാനും സാധിച്ച് അതിയായ സന്തോഷം. നിങ്ങളുടെ വലിയ വോട്ടുകൾ കൈപ്പത്തിച്ച് നൽകി എന്നെ വിജയിക്കാൻ അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ വിജയിച്ച നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷകൾ നന്ദിയും പൂച്ചെല്ലുകൾ അർപ്പിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ സാരഥി ചാണ്ടി ഉമ്മൻ കടന്നു വരുന്നു. നിങ്ങളെ കാണുവാൻ, നിങ്ങളോട് സംസാരിക്കുവാൻ, നിങ്ങളുടെ മനവിലയേറിയ ഓരോ സമ്മതിദാന അവകാശങ്ങളും നേരിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന മുന്നണി
അനുഭവിച്ചു. അതിനുശേഷം പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സാധിക്കും. നിങ്ങളെ സന്തോഷ സുഖദുഃഖങ്ങളിൽ വന്ന് സാധിച്ച ഒരു വ്യക്തിയാണ്. ഇതിനെ വീണ്ടും ഞാൻ വോട്ടിൽ വെച്ച് വരുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളോട് നിങ്ങളുടെ സ്കോളർഷിപ്പ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കടന്നിട്ട് ഞങ്ങളുടെ അക്കൗണ്ട് പേര് ഒട്ടും എന്നെ വിജയിപ്പിച്ചാൽ ആ വിജയം ഈ നാട്ടിന്റെ വിജയമാക്കി. വാഹനങ്ങൾ രണ്ടും അനൗൺസ്മെന്റ് വാഹനം രണ്ടും മുമ്പോട്ട് കയറ്റിവിടും. ബൈക്കുകളും വാഹനങ്ങളിൽ നിന്ന് നിർത്തരുത്, ഇടവഴിയാണ്. വണ്ടികൾ പ്രിയപ്പെട്ടവരെ നേരിൽ കണ്ട നൃത്തപിർത്തനയുമായി ഇതാ നമ്മുടെ സ്വന്തം അതിന്റെ ചാണ്ടിയുമ്മൻ കടന്നു വരികയാണ്. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. ഐക്യ ജനാധിപത്യ മുന്നണി അഭിമാന പ്രദർശനം കാഴ്ചവെക്കുന്ന മുന്നണി പോരാളി ചാണ്ടിയുമ്മനുമായി സ്ഥാനാർത്ഥി പെരുമ്പഴക്കൊന്ന് ജംഗ്ഷനിലേക്ക് ചേർന്നിരിക്കുകയാണ്. നിങ്ങൾ അവരുടെ വോട്ട് തീർപ്പിക്കാനും അവരുടെ അനുഗ്രഹാശികൾ ഏറ്റുവാങ്ങാനും പുതുപ്പള്ളിയുടെ നമ്മൾക്കുണ്ടായിരുന്ന ജനതയാണ് അതിനുവേണ്ടി പ്രവർത്തിച്ച മുഴുവൻ കേസ് കോൺഗ്രസ് നേതാക്കന്മാരെ എല്ലാ മണർകാട് കോൺഗ്രസ് മണ്ഡലത്തിലേക്ക് വേണ്ടി പൂർണ്ണമായി സ്വാഗതം ചെയ്യും. അനേകം ആൾക്കാരെ വേണ്ടി പേര് പറയുന്നു. പ്രിയപ്പെട്ട വിനീഷ്, പ്രിയപ്പെട്ട പാലക്കോടി, പ്രിയപ്പെട്ട അവർ ഓട്ടോ നടത്തി സൈക്കിൾ ഷോ ആൾക്കാർ വന്നില്ലെങ്കിൽ ഇത്രയും മികച്ചൊരു പരിപാടിയായി മലനാട്ട് പരിപാടി നടത്തിയ എല്ലാവരും രാജേശ്വരൻ ബ്ലോക്ക് പ്രസിഡന്റ്, അതുപോലെ എല്ലാവരെയും വാർഡ് പ്രസിഡന്റുമാരെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. മഹിളാ കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അത് പറഞ്ഞ് ഇന്നലെ നടത്തേണ്ട പരിപാടി ഇന്നലെ തന്നെ നമ്മൾ ബ്യൂട്ടിഫുള്ളായി ഒന്നുകയാണ്. രാഹുൽ ഗാന്ധി നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ പ്രചരണത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് നമുക്ക് ഈ ദിവസം മാറ്റുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ആവേശം പറഞ്ഞു ഇല്ലേ? നല്ലൊരു അദ്ദേഹത്തിന്റെ സൈക്കിള് ഓടിച്ച് നമ്മുടെ ഇടയിലേക്ക് വന്നതിൽ തന്നെ കേരളം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ലോകം മൊത്തം ശ്രദ്ധിക്കുന്ന രീതിയിൽ വാർത്തകളുണ്ട്. അപ്പോൾ അതിന് പ്രത്യേകം അദ്ദേഹത്തോട് നന്ദി. നിങ്ങളെ ഇന്നത്തേക്ക് മാറ്റി ചില ബുദ്ധിമുട്ടാണെങ്കിലും പക്ഷേ വളരെ കളറായിട്ട് ഇത്രയും വെയിലത്തും എല്ലാവരും തുടക്കം മുതലുണ്ടായിരുന്ന എല്ലാവരും നിന്നു. എല്ലാവരും അഭിനന്ദിക്കുന്നു. ഞാൻ ഒരുപാട് പറയുന്നത്
എന്നോടൊപ്പം മകനായി സുഹൃത്തായി സഹോദരനായി കാണുമെന്നൊരു വാക്ക് ഈ കവലിൽ നിന്ന് ഈ അമ്മയുടെ സന്നിധാനത്ത് വെച്ച് ഞാൻ പറഞ്ഞത് അത് ഞാൻ പാലിച്ച് 35 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ് 42 വീടുകൾ ചെയ്യുവാൻ സാധിച്ചു. ഇനിയും 200ഓളം വീടുകളും ആളുകൾ നൽകുന്നു. അതിനെല്ലാം ഒരവസരം തന്നാൽ ഈ നാടിന്റെ വികസനത്തിന് മാറ്റുന്നത് അതിനൊക്കെ കൂടിയാണ് നമ്മൾ ഫ്ലെക്സിബിൾ ഒഴിവാക്കി ഈ ഒരു പ്രവർത്തനത്തിൽ നമ്മൾ ഇറങ്ങിയത്. പൊതുസമൂഹത്തിനിടയിൽ വലിയ സ്വീകാര്യം ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം. നിങ്ങൾ വിലയേറിയ വോട്ടുകൾ ഒരിക്കൽ കൂടി തന്നു എന്നെ വിജയിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയപാൽ. ഒരിക്കൽ കൂടി ഇവിടുത്തെ പഠന കമ്മിറ്റി പ്രസിഡന്റിനെ, ഭാരവാഹികളെ, അതുപോലെ തന്നെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ വാർത്ത അച്ഛന്റെ ഊണ് നമ്മുടെ പ്രസിഡന്റിന്റെ വീടിന്റെ മുറ്റത്തോടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പള്ളിയുടെ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ആ ഭക്ഷണത്തിലൂടെ പങ്കെടുത്തിട്ട് പോകാനുള്ള അറിയിക്കും.